ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്നതിനൊപ്പം ഏറ്റവും ലാളിത്യമുള്ള സ്ഥാനാർത്ഥി എന്നൊരു പ്രചരണവും കൂടിയുണ്ട്. നമുക്ക് ഈ ചായക്കടകളിലൊക്കെ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ വെച്ചാണ് രവിയേട്ടനെ കാണുന്നത്. ചായക്കടലുകളിൽ വന്നാൽ കാണാം, ചായക്കടലുള്ളവരുമായി കുശലം പറയുക, എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുക, ഇതൊക്കെയാണ് രവിയേട്ടൻ്റെ ഒരു ശീലം എന്നുള്ളതാണ്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് ഈ മണ്ഡലത്തിലുള്ള നമ്മുടെ പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വഴിയിലേക്ക് വന്നിരിക്കുക. ഇനിയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പക്ഷേ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആളുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരാവേശത്തിലേക്ക് വരിക. ഇന്നലെ നമ്മുടെ കൺവെൻഷൻ ആയിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം കിട്ടിയോ? CM ഒക്കെ പങ്കെടുത്ത് ആ ഒരു ട്രാക്കിലേക്ക് വന്നോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും. കാരണം കൺവെൻഷൻ വന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ എല്ലാം തന്നെ ഒരാവേശം. അവർ ഒരുപാട് പേര് കാൽനടയായിട്ടാണ് വന്നത്. കാൽനടയായി വരുമ്പോൾ മറുപടിക്കുന്ന മുദ്രാവാക്യങ്ങളും ഉള്ളിൽ തട്ടിയുള്ള ആവേശവും അതൊക്കെ വോട്ടായി മാറുന്നുണ്ടോ ശരിക്കും തിരുവനന്തപുരം? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം എല്ലാവരും കാണുന്ന തിരുവനന്തപുരം എന്താ, ഒരു ഹൈ ക്ലാസ്, ഒരു അപ്പർ ക്ലാസിൻ്റെ ഒരു മണ്ഡലമെന്നാണ്. എല്ലാം ഇവിടെ മഹാഭൂരിപക്ഷം ജനങ്ങളും സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിൽ മലയോരത്ത്, കടലോരത്തെ ജനങ്ങളുണ്ട്, മലയോരത്തെ ജനങ്ങളുണ്ട്. ഈ നാട്ടിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങളുമുണ്ട്. അവരുടെയൊക്കെ വോട്ട് കിട്ടും. അവരൊക്കെ നമ്മളെ കൂടെ തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്സരിക്കുന്ന രണ്ട് എതിർ സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരാണ്. പന്ന്യൻ സഖാവിനാകട്ടെ തിരുവനന്തപുരത്ത് ഒരു വീട് പോലും ഇല്ല എന്ന് പല അഭിമുഖങ്ങളിലും പറയുകയും ചെയ്യുന്നു. ഈ പണമില്ലാത്തതൊരു പ്രതിസന്ധിയാണോ? അവരിങ്ങനെ പണം ഒഴുക്കുന്നുണ്ടോ? അല്ല, പണമില്ലാത്തത് ഞങ്ങൾക്ക് എങ്ങനെ പ്രതിസന്ധിയാണെന്ന്? ഞങ്ങൾക്ക് അവരിങ്ങനെ പണം ഒഴുക്കുന്നുണ്ടോ? അവർ പണം നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളല്ലേ. പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് നമ്മളെ ഇലക്ട്രോറൽ ബോണ്ട് എന്നൊരു ഏർപ്പാട് വന്നല്ലോ. ആ ബോണ്ട് വന്നപ്പോൾ ബോണ്ട് ഇപ്പോൾ കോടതി തടഞ്ഞെങ്കിലും ആ ബോണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയ ഒരു പാർട്ടിയാണ് BJP. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നത്, സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് എന്നോട് ചോദിക്കരുത്, ഞാൻ അതിനൊന്നും വിമർശനത്തിൽ നിൽക്കില്ല. പണം ഒഴുക്കുന്നു. പൊതുവിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ആ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഒരു സ്ഥാനാർത്ഥി BJPയുടെ നേതാവ്, അയാൾ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. BJP എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് പണം കൊടുത്ത് എന്തും വിലക്ക് വാങ്ങാൻ വേണ്ടി പ്രാപ്തന്മാരായ ആളുകളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 2 പേരാ കൊണ്ടുപോയല്ലോ. അതിന് പിന്നിലെന്താ കഥ എന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും അത് ആ ഒരു പണത്തിൻ്റെ ഒരു ധാരാളിത്തം ഇവിടെയും കാണും. തീർച്ചയായിട്ടും അവർ ചെയ്യുമല്ലോ. ഏതായാലും തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഒരു അവസാനം പന്ന്യൻ തന്നെ MP ആവും. അല്ല, ഞാൻ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ ജനങ്ങളെപ്പറ്റി എനിക്കറിയാം. ഞാനിവിടെ 40 വർഷമായ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വന്തം ആളാണ്. ഞാൻ ജനിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ സ്വന്തം നാട്ടിൽ ജീവിച്ചത് വളരെ കുറച്ചാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് ജനങ്ങളെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. അവരെ സത്യസന്ധരാണ്, വിജ്ഞാനമുള്ളവരാണ്, വിവേകമുള്ളവരാണ്, അവർക്ക് വകതിരിവുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളെയും നിരീക്ഷണ പാഠവുമുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനമെടുക്കുന്നത് നന്മയുടെ വഴിക്ക് മാത്രമായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അരിവാൾ നെൽക്കതിരിൽ വീഴും. തീർച്ചയായിട്ടും. അതാണല്ലോ നമ്മുടെ നാട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ നന്മ. വളരെ വിജയപ്രതീക്ഷയിലാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പോകാൻ പറ്റും എന്ന തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പന്ന്യൻ രവീന്ദ്രൻ.